ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊക്കെ നമ്മൾ അത് രാവിലെ എഴുന്നേറ്റേക്കണേന് കേട്ടോ. എനിക്ക് തോന്നുന്നു 4:45 ആയപ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റ്. കാരണം വാഷിങ് തന്നെ 2 ഉണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ തീർത്ത് വെക്കണം. അപ്പോൾ ആദ്യത്തെ വാഷിങ്ങിന് ഞാൻ നമ്മുടെ കർട്ടൻ തുണിയാണ് ഇട്ടത് കേട്ടോ. കർട്ടൻ തുണിക്കൊരു കുഴപ്പമുണ്ട്. നമ്മൾ സാധാരണ ഉടുപ്പിനിടുന്ന പോലെ അത്രയും ഡിറ്റർജൻറ്റ് ഇടാൻ പാടില്ല. ഞാൻ വളരെ കുറച്ചാണ് ഇട്ടത്, അത് മനസ്സിൽ ചിന്തിച്ചിട്ട്. എന്നിട്ട് പോലും ഒരുപാട് പത വന്ന് സംഭവം ഇങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സെൻസർ വർക്ക് ചെയ്യൂല. പിന്നെ എന്ത് ചെയ്യാനാണ്, ഇത് ഓഫ് ചെയ്ത് ഇത് മൊത്തം വാരി അതിനകത്തുനിന്ന് എടുത്ത് പുറത്ത് കൊണ്ടുപോയി നമ്മളുടെ ഗ്രൗണ്ട് വാട്ടറിൽ ഞാൻ കഴുകി. അപ്പോൾ പെട്ടെന്ന് പത പോവും. എന്നിട്ട് പിന്നീട് മെഷീനിലിട്ടിട്ട് ഒന്ന് സ്പിൻ ചെയ്യിച്ച് എടുപ്പിച്ച്. അപ്പോൾ നമ്മളുടെ ടേബിളിൻ്റെ ഇത് ക്ലോത്തും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ നിറയെ കുത്തുകുത്തായിട്ട് വീണിട്ടുണ്ട് കേട്ടോ. കാരണം അത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് തുടച്ച് കളയുള്ളൂ. കാരണം എന്തായാലും കുറച്ച് സ്പ്രേ ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നോക്കി. അപ്പോൾ സാവധാനം അത് ഏറ്റവും അവസാനം തുടക്കാമെന്നാണ് അവർ പറഞ്ഞേക്കണം. അപ്പോൾ പപ്പക്കുള്ള കാപ്പിയൊക്കെ ഇട്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ വാഷിങ്ങിന് പണി കിട്ടിയല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ രണ്ടാമത് നമ്മുടെ തുണികൾ വാഷ് ചെയ്യാനാണ് ഇട്ടേക്കണത്. ആദ്യത്തേത് വാഷ് ചെയ്ത് ആക്കിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തുണി വാഷിങ്ങും അതും. അപ്പോൾ ഈ കർട്ടൻ മാറ്റുന്നത് കൊണ്ട് തന്നെയും എല്ലാം വാഷ് ചെയ്യാതിന് ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം വാഷ് ചെയ്യണം. പിന്നെ നമ്മൾ ഡെയിലി മാറുന്നതൊക്കെ അതുകൊണ്ടാകും. അപ്പോൾ അങ്ങനെ 2 വാഷിങ് കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്കാണ് കേട്ടോ പണിക്കാർ പെയിൻറ്റിങ്ങിന് കയറുന്നത്. അപ്പോൾ തലേദിവസം രാത്രി കുറേ ഒതുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ഇന്നും മാറ്റി കൊടുത്ത്. റൂബി, ഈ സാധനമൊക്കെ ഇങ്ങനെ നീക്കണം അല്ലേ? റൂബി, റൂബി ഇവിടെ വാ, ഇവിടെ വാ. ഇന്നലെ വന്ന് മിനിയാന്ന് വന്ന് അവരെ തന്നെയാണിത്. വാ 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 വാ. മമ്മി പോണേ. അത് മാറ്റണ്ട കേട്ടോ. മാറ് റൂബി. മോളിലും ഉണ്ടാവട്ടെ ഇതിൻ്റെ. അപ്പോൾ റൂബി അങ്ങനെ എല്ലാവരുടെയും പുറകെ അലച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനില്ലേ വൈകുന്നേരത്തേക്ക് അവരുടെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഉഴുന്നൊന്ന് വെള്ളത്തിലിട്ട് വെക്കണേന് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഉഴുന്ന് വടക്ക് വേണ്ടിയിട്ട് നമുക്ക് അരച്ച് റെഡിയാക്കണം. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അപ്പം പുഴുങ്ങിയത് കുറേ അധികം ബാക്കി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അന്ന് 3 പണിക്കാർ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും ഉണ്ടാക്കിയത്. പക്ഷേ അത് 2 പണിക്കാരെ വന്നുള്ളൂ. അതുകൊണ്ട് അത് ബാക്കി അങ്ങനെ കിടക്കുന്നുണ്ട്. എന്താണ് ഇപ്പം ഇവിടെ ഇരിക്കണത്? വിഷമം വന്നാ കുഞ്ഞിന് ഇതേ പൂട്ടിയിട്ടേക്കണേണ്. ഇവിടെ നങ്ങാട് ഇറങ്ങൂല, ഇവിടെ നങ്ങാട് ഇറങ്ങാതെ. കാരണം ഇവിടെ ഭയങ്കര കുരയണമെന്നേ. എത്ര ദിവസമായി ഇവരെ കാണാൻ തുടങ്ങിയിട്ട്, ഒരാഴ്ചയായി. എന്നിട്ടും കുര മാറണില്ല. പാവോട്ട് അവളുടെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട് സങ്കടമായിട്ടിരിക്കണേണ്, വഴക്കിട്ടിരിക്കണേണ് ഈ കാണുന്നത്. എന്താണ് പൊന്ന മൂലക്ക് വന്നിരിക്കണ മുത്ത്? മമ്മി ഉണ്ടല്ലോ ഇവിടെ, മമ്മി ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ. പിന്നെന്താണ്, മമ്മിക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കണം. വാ നമുക്ക് പലഹാരം ഉണ്ടാക്കാം. പുറകെ തന്നെയാണ് പാവം കുഞ്ഞേട്ടാ. അവളുടെ സന്തോഷമൊക്കെ പോയി. അവളാകെ ഒരു വിഷമമാണ് അവൾക്ക്. ഇന്നെനിക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുണ്ടായ ഒരു ദിവസമുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനേലും കൂടുതൽ കഷ്ടപ്പാട് ഉണ്ടാകുമെന്നറിയില്ല. ഈ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പണിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കാലത്തേക്കുള്ള പഴം ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ബാക്കിയുണ്ട്, അതുകൊണ്ട് ഇന്ന് പപ്പ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പം തിന്നുക എന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കണില്ല. അപ്പോൾ പഴംപൊരിക്കുള്ള മാവിൻ്റെ അകത്ത് ഇന്ന് അരിപ്പൊടിയാണ് ചേർത്തത് കേട്ടോ, മൈദയുടെ കൂട്ടത്തിൽ. പിന്നെ ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, നമ്മുടെ കറിക്കിടുന്ന മഞ്ഞളിൻ്റെ പൊടിയില്ല, അതാണ് ചേർത്തത് കേട്ടോ. കളർ പൊടി ചേർത്തില്ലായിരുന്നേ. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടില്ല. പിന്നീട് ഞാൻ ഓർത്തേ പുറത്തെ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വൃത്തി കാണാൻ ഭംഗി വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്. അപ്പോൾ അത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കളർ കിട്ടി കേട്ടോ. നല്ല ഒരു അത്യാവശ്യം വേണ്ട കളർ കിട്ടി, കൂടുതലൊന്നും ആയില്ല.
അങ്ങനെ സാധാരണ മഞ്ഞൾപ്പൊടി ഇട്ടാലും എനിക്കൊരു തൃപ്തിയായിട്ടുള്ളൊരു കളർ സാധാരണ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഒരു കറക്റ്റായിട്ടുള്ളൊരു കളർ കിട്ടി. അപ്പോൾ അങ്ങനെ കളറ് കിട്ടാത്തതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഞാൻ കളർ പൊടി ഇടാറുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കളർ പൊടി ഇടാനും പറ്റില്ല, പേടിയാണ് എനിക്ക്. നമ്മുടെ കയ്യിൽ നിന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും ആയെന്ന് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വം, നമ്മൾ ഏറ്റെടുക്കുക. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ കളർ പൊടി ഇട്ടില്ല, മഞ്ഞൾപ്പൊടി തന്നെ ഇട്ട്. പക്ഷെ നല്ല പെർഫെക്റ്റ് കളറായിട്ട് കിട്ടി. അങ്ങനെ അത്യാവശ്യം 3 പഴം കയ്യിലുള്ളൂ, അത് വെച്ചിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ പപ്പയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അപ്പം തിന്നാൻ പറഞ്ഞേക്കണോണ്ട് തന്നെ പപ്പ അത് കഴിക്കാൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പഴംപൊരി ബാക്കി ഒരു 3-4 എണ്ണം ചെറുത് നല്ലത് മാത്രം അവർക്ക് വെച്ചിട്ട് ചെറുത് ഞാനെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടാകുന്നില്ല. കാരണം ഇത് അപ്പം നിന്നിട്ടുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് വൈകുന്നേരം നിന്നാൽ മതി, മാറ്റി വെച്ചോന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ അവർക്കുള്ള ചായ കൊടുത്ത്. അങ്ങനെ ഇരിക്കലേ നമ്മുടെ ഷാജി വന്ന് മീൻ മേടിച്ചേട്ടാ. അപ്പോൾ ഷാജിനെ ഞാൻ വിളിച്ചിട്ടാണ് ഷാജി വന്നത്. കാരണം നമ്മുടെ ചാള അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കണമല്ലേ, അപ്പോൾ അപ്പൊക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊന്ന് വിചാരിച്ച് വിളിച്ചണം. അപ്പോൾ ഇത് അരിഞ്ഞുകൊണ്ട് നിൽക്കണം. നേരത്തെ ഇത് ഇത്ര അരിഞ്ഞപ്പോൾ ഷാജി വന്നിട്ടാ. പിന്നെ ഇതിട്ടിട്ടും ഓടിപ്പോയി മീൻ മേടിച്ച്. അപ്പോൾ അയിലക്കണ്ണിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് നോക്കുമ്പോഴത്തേ റൂബി ഈ മാറ്റിയിട്ട് കറ്റനെ കയറി കിടക്കണേ. റൂബിക്ക് തന്നെ അറിയില്ല എന്തൊക്കെ ചെയ്യണമെന്നേ. അപ്പോൾ അങ്ങനെ അതും നോക്കി ബാക്കി പിന്നെ വന്നിട്ടാണ് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു പണിയും നിന്ന് ചെയ്യാനേ പറ്റുന്നില്ല. അവിടെ വിളി ഇവിടെ വിളി, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോൾ റൂബി ഇതേ ഇതിൽ കയറി കിടക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് വീണ്ടും സങ്കടമാണ്, അവളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടെ. അപ്പോൾ അതേ ഇതാണ് കിട്ടിയ മീൻ കേട്ടോ. അതും നല്ല വലിയ മീനായിരുന്നു. അപ്പോൾ അത് കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ ഒരു സെറ്റ് അവിടെ കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ കറ്റ. അടുത്ത സെറ്റ് മെഷീനിൽ നിന്ന് എടുത്തിട്ടില്ല. അടുത്ത സെറ്റ് കഴുകാനുള്ളതിലാണ് റൂബി കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി ഇട്ടാലും ശരിയാകൂലല്ലോ. അങ്ങനെ ഞാൻ ഓരോരോ സെറ്റായിട്ട് 2 പ്രാവശ്യം അലക്കോളിട്ട ഒരു ദിവസം. ബാക്കിയുള്ളത് ആ മെഷീൻ്റെ അകത്തേക്ക് തന്നെ എടുത്തിടും. കാരണം അവിടേക്ക് ഇട്ടാരെങ്കിലും തട്ടി വീണാലോ അതേൽ എന്നൊക്കെ വിചാരിച്ചിടും. കാരണം നമുക്ക് അകത്തൊന്നും ഇടാനുള്ള സൗകര്യവും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പണി ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ എന്തൊക്കെയാണ് ഇവർ ചെയ്തേക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു, മതിൽ പൊള്ളച്ച് ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ അതെല്ലാം വെട്ടി തേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇൻവെർട്ടറൊക്കെ വെച്ച സ്ഥലമൊക്കെയാണ് ആ വെട്ടി തേച്ചേക്കണത്. ഇൻവെർട്ടറൊന്നും ഇല്ല, ഇപ്പോൾ എല്ലാം പുറത്ത് മാറ്റി വെച്ചേക്കണേ. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഇൻവെർട്ടറൊക്കെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ റൂബിയുടെ വർക്കാണ് ഇവിടത്തത്. ഈ റൂബിയുടെ വർക്കാണ് ഈ 2 മതിലിലും കണ്ടത്. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി റൂബി മാന്താനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഫേക്ക് പ്രഗ്നൻസി എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവളങ്ങനെ ചെയ്യും. അത്തമ്മ അവിടെ നിന്ന് കിടക്കണ്ട, മുത്തിങ്ങോട്ട് പോയി വാ. ഇനിയിപ്പോൾ കുറേ നാൾ കഴിയണം. ജാക്സ, ഈ ഫോട്ടോ ഇതാരുടേത്? ഈ ഫോട്ടോ അതിനകത്തുനിന്ന് വീണ് പോയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ എനിക്ക് പരിചയമില്ലാത്ത ആളുവേ. കൊച്ചു നോക്കി നടക്കണേനെ, മമ്മിയുടെ മുത്ത് നോക്കി നടക്കണേനെ. ഇതിനകത്തുള്ള ഈ സാധനങ്ങളെല്ലാം മാറ്റണം കേട്ടോ. അപ്പം ഞാൻ അവിടെ നോക്കുമ്പോഴേ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ ഒരു ഫോട്ടോ കിടക്കണേ. അപ്പോൾ ഇത് ആരുടെയാണ്? അവരോടൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഫോട്ടോയാണെന്ന് വെച്ചപ്പോൾ അവർ ഞങ്ങളുടെ ഫോട്ടോയല്ല എന്ന് പറയും. അങ്ങനെ ഞാൻ പപ്പയുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ ഇത് ആരുടെ ഫോട്ടോ? അപ്പോൾ പണ്ട് പപ്പയുടെ റെസിഡൻസിൽ വർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ആരുടെയോ ഫോട്ടോ ആ ഫയലിലുണ്ടായത് അവിടെ മാറ്റിയ കൂട്ടത്തിൽ നിന്ന് എന്തോ താരെ വീണതൊക്കെയാണെന്നുള്ളതാണ് പപ്പ ഇപ്പോൾ കണ്ടുപിടിച്ചത്. പപ്പക്കും അറിയില്ല ഇത് ആരുടെ ഫോട്ടോ എന്നുള്ളത്. പരിചയമില്ലാത്ത ഒരാളിൻ്റെ ഫോട്ടോയാണ്. പറ്റൂല പൊന്നെ, അവിടെ മുത്ത് പോരെ, നമ്മുടെ മുത്തിങ്ങോട്ട് പോരപ്പാ. കൊച്ചേ ആ മൂലക്ക് ഇരിക്കാൻ പോണേ. ഞാൻ ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇരിക്കൂലേ? അമ്മിടെ മുത്തനപ്പാ വാ 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 മാറാള്.
അപ്പോൾ റൂബിയാണെങ്കിൽ കുഞ്ഞുവാവകളെ പോലെ എല്ലായിടത്തും നടക്കണേണ് കേട്ടോ. അങ്ങനെ പപ്പ എടുത്തൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ്. കാരണം പണിക്കാരെ അപ്പം തന്നെ ഓടിക്കുകയോ പോയി ഇവിടെ നിന്ന് പോകുന്നു പറയും. അവർക്ക് ഒന്നാമത് പേടിയാണ്. അപ്പോൾ അവർ ഓടിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ. അയ്യോ നമ്മുടെ കുഞ്ഞിനെ ആട്ടി ഓടിക്കണമല്ല എന്നുള്ളൊരു വിഷമമാണ് എനിക്ക് എപ്പോഴും കേട്ടോ. ഇവളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്നേഹത്തോടു കൂടിയൊക്കെ ചില സമയത്ത് അവരുടെ അടുത്ത് പോയി നിൽക്കും കേട്ടോ. അവർ ചായ കുടിക്കുന്ന സമയത്തൊക്കെ അവരിൽ ഒരാളായിട്ടിരുന്ന് ചായ കുടിക്കണ പോലെയൊക്കെ കൂടിയിരിക്കുക. അതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ ഓടിക്കും. അപ്പം ഞാൻ ചെന്നിട്ട് പതിയെ പിടിച്ചുകൊണ്ട് പോരും കേട്ടോ. കാരണം ഒരു സ്ഥലത്ത് ഇവിടെ പൂട്ടിയിടാൻ പറ്റൂലല്ലോ. അപ്പോൾ അതൊരു വിഷമം. പിന്നെ ആ ഫോട്ടോ കണ്ടപ്പോഴേ ഞാൻ ആകെപ്പാടെ വിഷമിച്ചു. ഈ ഒരു പരിചയമില്ലാത്ത ഒരാളിൻ്റെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ എങ്ങനെ വന്ന് എന്നുള്ളതായിപ്പോയി ഞാൻ ചിന്തിച്ചത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ചത്. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി അരിയിലും പെറുക്കലും ഒക്കെ നടത്തിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്നുവടക്ക് വേണ്ടിയിട്ടുള്ളത് ആദ്യം ഞാനൊരു അരിഞ്ഞ് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് മാറ്റിയോടെ വെച്ചിട്ട് അത് സാവധാനം മതി. പിന്നെ ഇപ്പം മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുത്ത് പച്ചമുളകും വേപ്പിലയും ചെറിയുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ അതുമൊക്കെ വെച്ചിട്ടാ. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ്. അപ്പോൾ തേങ്ങാപ്പാൽ ഇന്ന് ഗതികെട്ടിട്ട് ഞാൻ തേങ്ങ കൊത്തിയെടുത്തിട്ട് അടിച്ചെടുത്തത്. അങ്ങനെ അടിക്കാൻ പാടില്ല മിക്സി പെട്ടെന്ന് തന്നെ കേടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അടിക്കാറില്ല. പക്ഷേ ഈ ഒരു തിരക്കുള്ള സമയത്ത് നമുക്ക് ഇരുന്ന് ചിരണ്ടാനെന്നുള്ള സൗകര്യമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുത്തിയിരുന്ന് തേങ്ങ ഇടാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് തേങ്ങ കൊത്തിയെടുത്ത് തേങ്ങാപ്പാൽ എടുക്കുകയും ചെയ്തിട്ട് അത് അടിച്ചിട്ട് പിന്നെയാണ് വന്നിട്ട് ഞാൻ മീൻ വെട്ടാൻ നിന്നപ്പോഴാണ് അതിലും വലിയ ബുദ്ധിമുട്ടായത്. പപ്പയാണെങ്കിൽ ഈ സമയത്ത് മോളിൽ കയറിയിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നില്ല, നമ്മുടെ പ്രഷർ പമ്പിൻ്റെ അത് പോയിട്ട് പുതിയത് കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പപ്പ കുറച്ചും കൂടി അടിവശത്തുള്ള സൺഷെയ്ഡ് ക്ലീൻ ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ പറയണമായിരുന്നു പപ്പ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പണികൾ അത്രയും പണികൾ ചെയ്തതുകൊണ്ടാണ് ഈ പെയിൻറ്റിങ് ഇത്രയെങ്കിലും 2-3 മുറികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഒരു ക്ലീനിങ് തന്നെയായിട്ട് നിന്ന് പോയാനെ. കാരണം ക്ലീൻ ചെയ്യാതെ ഒന്നിലും തൊടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പപ്പ അത്രയും ഹെൽപ്പ് ചെയ്യണ കാര്യം അതാണ്. കാരണം നമ്മുടെ പണി എങ്ങനെയെങ്കിലും തീർക്കണം, വേഗം തീർത്ത് വിടണ്ടേ. പക്ഷേ എന്ന് തീരുമെന്നൊന്നും എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. അത്രയും പണി നമ്മുടെ വീട്ടിലുണ്ട്. ഞാനിവിടെ 2 മീൻ വെട്ടിയപ്പോൾ തന്നെ പപ്പയുടെ വിളി വന്നിട്ട് പപ്പ അവിടെ മോളിൽ നിന്ന് വിളിക്കണേണ്, ഒന്ന് നോക്കുന്നു പറയുന്നുണ്ട്. അങ്ങനത്തെ ഞാൻ ഓടിയിട്ട് പപ്പ വിളിക്കണ സ്ഥലത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ കയ്യും കഴുകി ഓടണേ ഞാൻ. എന്താണ് നിവർത്തി തന്നെ? അപ്പോൾ ഹോസിൽ കൂടി വെള്ളം വന്നില്ല, താഴെ കിടക്കണ ഹോസിൻ്റെ ആ ഫോൾഡായി കിടക്കുന്ന ഭാഗം നിവർത്തിയിട് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കണേ. അപ്പോൾ അതിനൊക്കെ ഇടക്കിടക്ക് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് 3 മീനെടുത്ത്. അപ്പോൾ എനിക്ക് വിശന്നിട്ടില്ല, ഞാനൊരു ആപ്പിൾ തന്നെയാണ്. കാരണം ഞാനിന്നൊന്നും തിന്നിട്ടില്ല. എനിക്ക് ആ പഴംപൊരിയും അങ്ങനെ കഴിക്കണത് ഇഷ്ടമല്ല, അപ്പം പുഴുങ്ങിയതും എനിക്ക് കഴിക്കണം ഇഷ്ടം. കാരണം രണ്ടിലും മധുരം ഇട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ മധുരം കാലത്തൊക്കെ കഴിക്കണ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ 2 സാധനവും കഴിച്ചിട്ടില്ല. കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, പക്ഷേ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങനെ അത് ഒഴിവാക്കിയിട്ട് ഒരു ആപ്പിൾ എടുത്ത് കഴിക്കണം കേട്ടോ. പഴമാണെങ്കിൽ തീർന്നു പോയല്ല. അതുകൊണ്ട് എനിക്ക് ഏത്തപ്പഴം കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ റയന് വേണ്ടിയിട്ട് മേടിച്ച ആപ്പിൾ അങ്ങനെ മേടിച്ച് അവിടെ ഇട്ടിട്ട് അവിടെ കിടക്കണേ, ഫ്രിഡ്ജിനകത്ത് ഇട്ടിട്ട് അവിടെ കിടക്കണേ. പിന്നെ അതൊന്നും എടുക്കാനേ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ആപ്പിൾ കഴുകി ഞാൻ കഴിച്ചേട്ടാ. ഒരാപ്പിൾ കഴിഞ്ഞ ദിവസം റിച്ചാർഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ പിന്നെ അതിനകത്ത് നിന്ന് എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഏതായാലും മീൻ കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മുളക്, അപ്പോൾ പപ്പയുടെ അടുത്ത് അതിന് ചോദിച്ചിട്ടാണ് വെച്ചത് കേട്ടോ. ഇന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തേങ്ങാമുളക് അരച്ച് വെച്ചാൽ തേങ്ങാമുളക് അരച്ച് വെക്കണമെന്നാണ് പപ്പയ്ക്ക് ഇഷ്ടം. തേങ്ങ ഇടാത്ത കറികൾ പപ്പയ്ക്ക് ഇങ്ങനെ മുളക് കറിയായിട്ട് വെക്കൂലേ. ഇപ്പം മീൻ വറ്റിച്ചത് അതൊന്നും പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അൾസർ വരുമെന്നേ പപ്പ പറയുള്ളൂ. എപ്പോഴും തേങ്ങാപ്പാലും തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന് തണുപ്പാണെന്ന് പറയും. അപ്പോൾ ഈ മുളകെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെയൊക്കെയാണ്. അത് പപ്പയുടെ അമ്മയുടെ ഇതാണ് കേട്ടോ. അത് തന്നെയാണ് പപ്പക്കും. അപ്പോൾ അങ്ങനെ ഞാൻ തേങ്ങാമുളക് അരച്ച് വെച്ച്. എനിക്ക് ഈ കറിയൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാനതുകൊണ്ട് കുറച്ച് മീനെടുത്ത് വറുക്കുകയും ചെയ്ത് പിന്നെ 2 കട്ട് ചെയ്ത് ഫ്രീസറിലോട്ടും വെച്ചിട്ടാണ്. കാരണം ഇത് നല്ല വലിപ്പമുള്ള മീനായിരുന്നു, നല്ലതായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ മീൻ വെട്ടാൻ സമ്മതിക്കാതെ പപ്പയും എന്താണ് റൂബി പോയില്ലേ? പൂച്ച പോയില്ലേ? എവിടെപ്പാ കൊച്ചു? ഇവിടെ കാലിരിക്കണേണ് പൂച്ചത് ഇവിടെ എവിടെയോ ഉണ്ട്, അകത്തല്ല പുറത്താ. എവിടെമ്മ പൂച്ച? എവിടെമ്മ? പോയില്ലേ അവൻ? ഷോ പണിക്കാരാണെങ്കിൽ അപ്പുറത്ത് നിൽക്കണോണ്ടേ ഇവിടെ പൂട്ടിയിട്ടേക്കണേണ്, അവളങ്ങോട്ട് പോകാതിരിക്കാൻ. പിന്നെ പപ്പതേ ഹോസ് ഇട്ടേക്കണോണ്ട് അവിടെ തുറന്നു വിട്ടേക്കണേണ്. പക്ഷേ ഇവൾ ഓടി ഗേറ്റ് എങ്ങാനും തുറന്ന് പുറത്തേക്ക് ആരെങ്കിലും ഇങ്ങനെ ഗേറ്റ് തുറക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകുകയെന്ന് ഒരു പേടിയാണ് എനിക്ക്. ഇതിങ്ങനെ സാധാരണ തുറന്നിടാറില്ല നമ്മൾ. പപ്പ അവിടെ ക്ലീനിങ് അല്ലേ, പപ്പ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം.
ഓഹ് അതിൻ്റെ ഇടയ്ക്ക് റൂബി എൻ്റെ ദൈവമേ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കണ്ടേ, കാലത്ത് മുതലേ തുണി ഇരിക്കണേ. ഇതെന്ത് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് പറ്റമ്മോ, അവരൊക്കെ പോയി. മമ്മിതേ കറി വെക്കട്ടെ. മീൻ വെട്ടിക്കൂടി കഴിഞ്ഞിട്ടില്ല, മീൻ വെട്ടിക്കഴിഞ്ഞിട്ടില്ല, കറി ഏകദേശം ആയിട്ടുണ്ട്. മതി പൊന്നാ, വിട്ടുകളാ. ഇവിടെയും പൊട്ടിട്ടേക്കണേ, നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല. പോയി പൊന്നാ, പോയി. പോയി പൊന്നാവൻ. അപ്പോൾ ഈ റൂബി ഉള്ള കൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പപ്പ എന്നെ അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിക്കൂലേ, അപ്പോഴേക്ക് ഇവൾ കുരച്ച് ചാടി പുറത്തുനിന്ന് ആരോ വിളിക്കണമെന്നുള്ള രീതിക്ക് കുരച്ച് ചാടി എന്നെ മറിച്ചിടും. അതായത് പപ്പയുടെ വിളിപ്പുറത്ത് നമ്മൾ അപ്പ ചെന്നില്ലെങ്കിൽ പപ്പക്ക് അത് അതിശയമാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ പറന്ന് ചെല്ലണമെന്നാണ് പപ്പയുടെ ആഗ്രഹം. അങ്ങനെ പറന്ന് ചെല്ലാൻ ഇവളോട്ട് സമ്മതിക്കുകയില്ല. ഇവളതിൻ്റെ മുമ്പിൽ നിന്ന് വട്ടോ നീളോ നടന്ന് എന്നെ വീഴ്ത്തോട്ടാ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ട്. ഈ റൂബി ഇതിൻ്റെ നടുക്ക് കിടന്ന് ഓട്ടമാണ്. ഇവളെ പൂട്ടിയിടാനും പറ്റൂല, ഇവൾ കുറച്ച് ചത്ത് കളയും. ചത്ത് കളയുമെന്നല്ല. അപ്പോൾ ഏതായാലും ഞാൻ ഇവളെയും കൊണ്ടുള്ള ജീവിതം വളരെ കഠിനമാണ്. മറ്റുള്ളവർക്ക് അവരുടെ ജോലി മാത്രം ചെയ്താൽ മതി, എനിക്കെൻ്റെ ജോലിയും ചെയ്യണം, ഇവളെ നോക്കുകയും ചെയ്യണം, ഇവക്കടെ ഭ്രാന്ത് മുഴുവൻ കാണണം. ഇപ്പം അവിടെ കിടപ്പ് ഇവിടെ കിടപ്പ് വിഷമം എന്നെ കാണിക്കണേണ് റൂബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് റൂബിയുടെ ബെഡ്റൂം. അത് തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അവൾ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? ഇതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റൂല. ഇവളുടെ സങ്കടം കണ്ട് വിഷമിക്കാന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി ബാക്കിയുള്ള തുണികളൊക്കെ ഒന്ന് എടുത്തിട്ട് വേണം വിരിക്കാൻ. അപ്പം ഞാൻ നേരത്തെ പപ്പയുടെ മുണ്ടെടുത്ത് മാറ്റിയില്ലേ, അതൊക്കെയാണ് പപ്പയുടെ പരിപാടികൾ. പപ്പ അലക്കാനുള്ള മുണ്ട് ഈ വാഷ് ചെയ്ത് വിരിക്കാൻ വെച്ചേക്കണം, കർട്ടൻമേ എടുത്ത് വെച്ചേക്കണേ. പപ്പ അങ്ങനെയൊക്കെയാണ്, പപ്പ ഒരു നോട്ടമില്ല. അപ്പോൾ അത് ഞാൻ ഇതെന്താണ് ഇത് അഴുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണമെന്ന് പറഞ്ഞ് പിന്നെ അത് കർട്ടനില്ലെന്ന് വിചാരിച്ച് ക്ഷമിച്ച് ഞാൻ. നമ്മുടെ ഉടുപ്പാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും. നമ്മൾ അലക്കി വെച്ചേക്കണം നമ്മുടെ ഉടുപ്പ്, ഈ കർട്ടൻ പിന്നെ സാരമില്ലാന്ന് വിചാരിച്ച് അത് മാറ്റി. അപ്പോൾ പപ്പ അവിടെ മുകളിൽ നല്ല വാഷിങ് ആട്ടാ. പിന്നെ വേറൊരു കുഴപ്പമുണ്ടേ, നമ്മുടെ മുട്ടി വീടുകളായതുകൊണ്ട് തന്നെ ഈ ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ പറയും, അയ്യോ ദേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങോട്ട് വീഴണം അങ്ങോട്ട് വീഴണം. അതിപ്പോൾ നമ്മളുടെ വീട്ടിൽ അവർ മറ്റുള്ളവരുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളും പറയും. അത് അവരെ തെറ്റു പറയാൻ പറ്റില്ല, നമ്മളും അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ നന്നായിട്ട് ഇട്ടേക്കുന്ന സ്ഥലത്തേക്ക് അഴുക്ക് വന്ന് വീഴുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ പപ്പയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ കഴുകൽ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ 2 വീടുകളും കഴുകി കൊടുത്ത്. കാരണം അവിടെ വീണേക്കുന്ന അഴുക്കുകൾ പപ്പ തന്നെ കഴുകിക്കൊടുത്ത്. എങ്കിലും അവരുടെ അവിടെ നമുക്ക് പോയി കഴുകാൻ പറ്റാത്ത രീതിയിലുള്ളത് ഉണ്ട്. അപ്പോൾ അവരതൊക്കെ പറയുന്നുണ്ട്. നമ്മളായാലും പറയുക, തെറ്റ് പറഞ്ഞതല്ല. അതൊക്കെയാണ് ഈ മുട്ടിയിരിക്കുന്ന വീടുകളുടെ സ്ഥലങ്ങളുടെ അവസ്ഥ എന്നാണ് ഞാൻ പറയണത്. നാട്ടുപുറത്തെ പോലെ നമ്മൾക്ക് ഒരുപാട് സ്ഥലമൊന്നും ആർക്കും മേടിക്കാൻ പറ്റില്ല, കാരണം സ്ഥലത്തിൻ്റെ വില അത്രയും കൂടുതലാണ് ഇവിടെ. എന്താണ് മുത്തേ, പാടില്ല ഇരുന്നിരുന്ന് കുഞ്ഞിന് ഓടാൻ പറ്റണില്ലപ്പ. പാവം കുഞ്ഞിട്ട് ആകെ പെട്ടിരിക്കണേണേ. കുഞ്ഞിന് ഓടാനും പറ്റണില്ല, ചാടാനും പറ്റണില്ല. ഈ മുറിയിൽ പെട്ടിരിക്കണേണ് കിച്ചണിൽ. ഇനിയിപ്പോൾ ബെഡ്റൂമിലോട്ടും പോകാൻ പറ്റൂല. ഇന്നലെയൊക്കെ ഞാൻ ബെഡ്റൂമിൽ പോയി കിടന്ന് അവൾക്ക് ഇത്തിരി നേരം റെസ്റ്റൊക്കെ കിട്ടി. സാരില്ല. അപ്പോൾ ഉഴുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ കുതിർത്താൽ മതി, മാക്സിമം 3 മണിക്കൂർ, അതിൽ കൂടുതൽ കുതിർക്കണ്ട. എന്നിട്ടത് വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ മാക്സിമം അരച്ചെടുക്കുക. അരഞ്ഞില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടും ഞാൻ ഇതിനകത്തേക്ക് ഈസ്റ്റ് തന്നെ ഇട്ടേക്കണത്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വേപ്പില പൊടിയായിട്ട് എരിഞ്ഞത്, പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത്, ഇത്രയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇന്നലെ നമ്മൾ സവാള വട ഉണ്ടാക്കിയ പോലെ തന്നെ കൈ കൊണ്ട് നന്നായിട്ട് അടിച്ചത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇതിനെ മാറ്റി പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ ഈ ഉഴുന്നുവട ഇത് നമ്മൾ അതിരാവിലെ ഇതുപോലെ ഈസ്റ്റ് ഇടാതെ, ഇതുപോലെ ഈസ്റ്റ് മാത്രം ഒഴിവാക്കിയിട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇത് താനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ എനിക്ക് അങ്ങനെയുള്ള നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഈസ്റ്റ് ഇട്ടിട്ടാണ് പൊക്കണത്. എന്നിട്ട് ഇത് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി ലൂസായി വരുമല്ലേ. അപ്പം നമ്മൾ ഒരു 1 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളല്ല ഉഴുന്ന്, അതിനെ കൂടി 1/4 കപ്പ് റവ, അതൊന്ന് വറുത്തതും വറുക്കാത്തതുമായ റവയുടെ, ഇപ്പോൾ വറുക്കാത്ത റവയുടെ ഞാൻ ഇട്ടേക്കണം. എന്നിട്ടും നിങ്ങൾക്കത് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റവ ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് വരെയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ പൊക്കാനായിട്ട് ഞാനവിടെ മാറ്റി വെച്ചേ.
അപ്പോൾ ഏകദേശം ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിത് എടുത്തു വെച്ച്. അപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് ഫ്രൈ അല്ല ഇപ്പം ചെയ്യൂല, മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒരു സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു സാധനം വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ പുറത്തുനിന്ന് മേടിക്കും, ഇനിയും മേടിപ്പിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഞാൻ ഇത്രയും തിരക്കാണെങ്കിലും ചെയ്യണേണ്. അപ്പോൾ ഇത് ലാസ്റ്റായിട്ടുള്ള ബ്രസ്റ്റ് പീസാണ് ഈ എടുക്കുന്നത്. പിന്നെ ഉള്ളത് 4 ചിക്കൻ ലെഗ് പീസാണ്. അപ്പോൾ ആ ചിക്കൻ ലെഗ് പീസിൽ നിന്ന് മാംസം കട്ട് ചെയ്താലും റിച്ചാൻ അത്ര ഇഷ്ടമല്ല. അപ്പോൾ റയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ ലെഗ് ഞാൻ അവന് കൊടുക്കുമ്പോൾ അവൻ കഴിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് മൊത്തത്തിൽ റൂബിക്ക് ഞാൻ വേവിക്കണേണ്. ഒന്നാമത് ഭയങ്കര വലിയ കനമുള്ള ചിക്കൻ ലെഗാണ് കേട്ടോ, വലിയ കോഴിയല്ല. അത് 2 ദിവസത്തേക്ക് ഉണ്ട് റൂബിക്ക്. 2 ഒരു ദിവസം 2 ഒരു ദിവസം കൊടുത്താൽ മതി, കാരണം അത്രയും വലുതാണത്, നല്ല മാംസമുണ്ട്. അപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് നമ്മളുടെ തീർന്നു കേട്ടോ. ഇനി ഫ്രീസർ 2 മീൻ മാത്രമേ ഉള്ളൂ ഫ്രീസറിൽ, ബാക്കി ഉള്ളത് എല്ലാം കാലിയാണ്. അപ്പോൾ അത് ചിക്കനും കൂടിയിട്ട് ഒന്ന് വേവിക്കാൻ വെച്ച്. അപ്പോൾ കുറച്ചധികം നേരമായിട്ടുണ്ട്. റൂബിക്ക് വിശക്കണില്ലേ എന്ന് എനിക്ക് മനസ്സിലായില്ല, കാരണം മൊത്തത്തിൽ വിഷമമാണല്ലോ ആൾക്ക്. അപ്പോൾ വിശക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വിഷമത്തിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും അവൾക്ക് വിശക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപാട് നേരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:30 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ, കാരണം 1 മണിക്കാണ് പണിക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അവർ ഭക്ഷണം കൊണ്ടുവരും ഉച്ചക്ക്. അപ്പോൾ അത് അവരവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് ഇത്തിരി നേരം റെസ്റ്റ് എടുത്തിട്ട് 2 മണിയാകുമ്പോൾ അവർ പണി തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ അവർ പണി തുടങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ കഴിച്ച് അവരുടെ റെസ്റ്റിൻ്റെ ടൈമിലാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ 1:30 മണിയായപ്പോഴത്തേക്ക് ഞാൻ പപ്പക്ക് ചോറെടുത്ത്, പിന്നെ എനിക്കാണെങ്കിലും നല്ലതായിട്ട് തന്നെ വിശന്നിരിക്കണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഇത്തിരി വിശപ്പ് മാറിയാലല്ലേ റൂബിക്ക് ഇങ്ങനെ കുറേ ടൈം എടുത്തിരുന്നിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ തളർന്നിരുന്നിട്ട് കുറേ നേരം എനിക്ക് അവളുടെ കൂടെ ചിലപ്പോൾ ഇരിക്കാൻ പറ്റൂല. അവൾ ചില സമയത്ത് വേഗം കഴിക്കും, മിക്ക സമയത്തും സ്ലോയിലേ കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ വിശപ്പം കൊണ്ട് നീങ്ങിയിട്ട് കൊടുക്കുക, കാരണം അത്രയും ഞാൻ തളർന്ന് നിൽക്കണേ. എനിക്ക് ആപ്പിളും പഴമൊക്കെ തിന്നാലൊന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ തന്നെ കാലത്ത് കഴിക്കണം. അങ്ങനെ ഞാൻ പപ്പക്കുള്ള ചോറെടുത്ത് കൊടുത്തിട്ട് വേഗം തന്നെ ചിക്കൻ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാ, അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, ഏറ്റവും ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലേ. ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പീസ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത് വിട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തൈരും കൂടി ചേർത്താൽ ഈ പരിപാടി കഴിഞ്ഞ്. പിന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചാർക്കോൾ കത്തിച്ചൊരു പീസ് വെക്കണം, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു പണി വരണത്. വേറെ പണികളൊന്നുമില്ല. ചാർക്കോൾ വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ടേസ്റ്റും ഇല്ല. ചാർക്കോൾ വെച്ച് കഴിയുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടണം കേട്ടോ. അപ്പോൾ ചാർക്കോൾ വെക്കാതെ തന്തൂരി ചിക്കൻ എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ കഴിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കിച്ചണിൽ തന്നെ ഇരുന്ന് കഴിക്കും. പപ്പ ഇവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പപ്പ പോയതിന് ശേഷമാണ് ഞാനിരിക്കണത്. കാരണം ഞാനിവിടെ ഇരുന്ന് കഴിക്കാൻ കുഴപ്പമില്ല, പപ്പക്ക് അവരുടെ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും പപ്പയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പപ്പക്ക് ഒരുപാട് പണിയുണ്ട് ബാക്കി. അപ്പോൾ പപ്പ അങ്ങനെ നടുനിവർത്താതെ ജോലിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ് റിച്ചാർഡൊക്കെ കിടന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഞാനും വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ പുള്ളി കേൾക്കൂല, ഞാൻ പണ്ടേ പറഞ്ഞതാണ്. പുള്ളിയുടെ ഒരു ഉദ്ദേശിച്ച കാര്യങ്ങൾ പുള്ളി ചെയ്ത് തീർക്കും കേട്ടോ. അതുവരെയും പുള്ളി എന്ന് ആര് പറഞ്ഞതും കേൾക്കൂല. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ പുറകെ നടന്നിട്ട് യാതൊരു കാര്യമില്ല. പക്ഷേ ആ പുള്ളിയുടെ പുറകെ നമ്മൾ വിളിക്കുമ്പോഴൊക്കെ ഓടി ചെല്ലുകയും ചെയ്യണം, അതാണ് ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനേതായാലും ഫുഡ് കഴിച്ചേട്ടാ, വേഗം കഴിച്ചു, കാരണം എനിക്ക് അത്രയും വിശന്നിരുന്ന് വെച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചേട്ടാ. അത് കഴിഞ്ഞ് റൂബിക്കുള്ള ചിക്കൻ എടുക്കണേണ്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് വെള്ളമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവളങ്ങനെ അതിൻ്റെ സൂപ്പൊന്നും അങ്ങനെ അധികം കഴിക്കൂല. പക്ഷേ ഇതിപ്പോൾ വളരെ വെള്ളം കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നി. എങ്കിലും കുഴപ്പമില്ല, ഉള്ളത് ഊറ്റിയെടുത്തിട്ട് ബാക്കി അടുത്ത ദിവസത്തേക്ക് അവിടെ വെച്ചിട്ടാ. അപ്പോൾ ഇതിങ്ങനെ എടുത്തത് നോക്കിയതാണ്. അപ്പോൾ ഇതങ്ങനെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടില്ല, പൊങ്ങി വന്നെന്ന് തോന്നൂല, പക്ഷേ പൊങ്ങിയിട്ടുണ്ട് ഉള്ളിൽ. അങ്ങനെ അതും ഒന്ന് നോക്കിയിട്ട് വേഗം റൂബിക്ക് ഇത് കഴിക്കാനായിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ടാ. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ ഇരുന്നിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഇങ്ങനെ ഒരു ഇത്തിരി ആദ്യം ഒരു കുഞ്ഞ് തരി വാരി വെച്ച് കൊടുത്തു നോക്കോട്ടാ. അത് കഴിക്കുമെന്നുണ്ടെങ്കിൽ അവൾ കഴിക്കുമെന്നർത്ഥം, അല്ലെങ്കിൽ മുഖം തിരിച്ചാൽ കഴിക്കൂലെന്നർത്ഥം. അപ്പം നോക്കിയപ്പോഴത്തേക്കും മണത്ത് നിൽക്കണേണ്ടത് ബോംബാണ്, പൊട്ടുക എന്നുള്ള രീതിക്ക് ആൾ അകന്ന് നിന്നൊക്കെ നോക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതങ്ങോട്ട് കഴിച്ച്, കാരണം ചൂടായിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവർക്ക് ചൂട് കൊടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്, കാരണം ഇവർക്ക് വേർപ്പിൻ്റെ ഗ്രന്ഥികളില്ലല്ലോ, അതുകൊണ്ട് തന്നെയും ഇവർക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ചൂട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവൾ കഴിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇത് ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് അവിടെ ഇരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഫാനിൻ്റെ അടിയിൽ ഇരുന്ന് ഫാൻ ഇട്ടിട്ട് അത് വേഗം തണുത്ത് അങ്ങനെ അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്ന് ഇരിപ്പുറപ്പിച്ച്. കാരണം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ചൂടും എടുക്കും, പിന്നെയാണെങ്കിൽ ഇത് ഇങ്ങനെ തണുത്ത് വരില്ല.
വരയില്ല, അവിടെ കാറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്തേ ഫാൻ ഇട്ടിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി റൂബിക്ക് വിശക്കണുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു വിശക്കണില്ലെന്ന് മനസ്സിലാകണില്ല. മൊത്തത്തിൽ വിഷമിച്ച് നടക്കണല്ലേ. അങ്ങനെ അവിടെ കുത്തിയിരുന്ന് അവളെ വേഗം തിന്ന്. എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഇത് ഭയങ്കര ചൂടാണ്. ഒന്നാമത് ആ ചിക്കൻ ലെഗ് പീസിൽ നിറച്ച് മാംസമാണ്. അതിങ്ങനെ ഉള്ളിൽ ഭയങ്കര ചൂട് മാറണില്ല. അപ്പോൾ അത് പത്തിയെ കൈ കൊണ്ട് ഞാൻ പൊടിച്ചൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് ചൂട് മാറട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കൊടുത്തു. അപ്പോൾ എന്താണ്, അവൾക്ക് വേഗം കൊടുക്കണം, വേഗം കഴിക്കണം. കാരണം അത്രയും വിശപ്പ്. എൻ്റെ പോലെ തന്നെ ഞാനും അത്രയും വിശന്നിരുന്നു, അവളും വിശന്നിരിക്കണേ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ പുറകെ കൊണ്ട് നടപ്പല്ലേ, കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവൾ മുഖം തിരിച്ചിരിക്കുമല്ല. അപ്പം ഞാൻ ഓർത്താ ഇന്ന് നിനക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ന്യായീകരിച്ച് സ്വയം സമാധാനിച്ചെന്ന് വേണം പറയാനായിട്ട്. നമ്മുടെ റൂബി ഇതേ മണത്ത് നടക്കണം. എന്ത് കണ്ടാലും ഇങ്ങനെ മണത്ത് നടക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ കറങ്ങി നടന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും ഒരു നിവർത്തിയില്ല. അപ്പോൾ ഓരോ പണികളൊക്കെ ചെയ്തൊക്കെ നോക്കി. അപ്പോൾ പാച്ച് വർക്ക് ഒരുപാടുണ്ട്, അതെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഉണങ്ങി അത് പേപ്പർ പിടിച്ച് അതിന് അത് ലെവൽ ചെയ്തിട്ട് വേണം ആദ്യത്തെ ഫസ്റ്റ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ബെഡ്റൂമിൽ അവർ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കയറാനേ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ചായയുടെ പരിപാടിയിലേക്ക് കിടക്കണുണ്ട്. അപ്പോൾ പപ്പ മോഡിൽ പണിയണ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നല്ല വർക്കാണ് ഈ ഇത് പ്രഷർ പമ്പ് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ അടുക്കളയിൽ വൈകുന്നേരത്തെ പലഹാരം ഉണ്ടാക്കാൻ കയറിയത്. അങ്ങനെ അത് അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കിയ കൈ അതിനകത്തേക്ക് ഇട്ടിട്ടാണ് ബോളെടുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്തൊന്ന് ഉരുട്ടി എടുക്കണം കേട്ടോ. എന്നിട്ട് നടുക്കിങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് അങ്ങോട്ട് ഇടുക. പല രീതിയിൽ ആളുകൾ ഉണ്ടാക്കും കേട്ടോ. ചില കയ്യിലിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ ഇങ്ങനെ നല്ല ഇത്തിരി വലിയ ചോറിൻ്റെ എടുക്കണ കയ്യിൽപ്പത്ത് അങ്ങനത്തെയൊക്കെ ഇതിൻ്റെ മീതയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ടൊക്കെ ചെയ്യണ കാണാം കേട്ടോ. എനിക്ക് എളുപ്പം ഇതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം. അപ്പോൾ പല മെത്തേഡ് ആളുകൾ ഉപയോഗിക്കാൻ ഇങ്ങനെ ഈ വടയുടെ ആ ഒരു ഹോളാക്കാൻ വേണ്ടിയിട്ടൊക്കെ പലതും കാണിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യണത്. അങ്ങനെ വട ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തില്ലേ പെട്ടെന്ന് ഈ ജനലിൽ ഇങ്ങനെ ചാരി വെച്ചേക്കുന്നതിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇങ്ങോട്ട് തെറിച്ച് വീണപ്പോൾ തന്നെ ഞാൻ ജനൽ പൂട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. ജനൽ പൂട്ടി, 2 ജനലും പൂട്ടി, 2 തുറന്നിട്ട് വെച്ചാൽ അപ്പം തന്നെ ഞാൻ പൂട്ടി. പക്ഷേ പപ്പ അവിടെ എന്തോ ഇങ്ങനെ പ്രഷറിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ചിമ്മിനി പിടിപ്പിച്ചേക്കണ അവിടെ കൂടി കുറേ അധികം വെള്ളമാണ് നമ്മളുടെ ഈ തിളച്ച എണ്ണയിലോട്ട് വന്ന് വീണ് ആകെ പൊട്ടിത്തെറിച്ച് എനിക്കൊന്നും പറ്റിയില്ല. അവിടെ ഒരു പാത്രം ഇരുന്ന് വെച്ചാൽ ആ പാത്രം എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് അത് മൂടി. അങ്ങനെ ഞാനൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ പപ്പനെ വിളിച്ചിട്ടൊന്നും പപ്പ കേൾക്കണില്ല. ഈ പ്രഷർ പമ്പിൻ്റെ ശബ്ദം കൊണ്ടേ ഒന്നും കേൾക്കണില്ല. അങ്ങനെ ഞാൻ ആ ജനലയിൽ പടപടാന്ന് പറഞ്ഞ് ഒച്ചത്തിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് തോന്നി എന്തോ ശബ്ദം ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഇത് എന്താണ് ഈ ചെയ്യണത്, ഞാനിപ്പോൾ പൊട്ടിത്തെറിച്ച് ചത്താനല്ലേ, എന്തോരോ എണ്ണ പൊട്ടിത്തെറിച്ചാനേ. ഞാൻ പെട്ടെന്ന് ആ പാത്രം അവിടെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്ത് അങ്ങോട്ട് മൂടി വെച്ച്. അങ്ങ് തിളച്ചെണ്ണയിലോട്ട് ഒരു തുള്ളി വെള്ളം വീണാൽ പോലും എന്തൊരു ഒച്ചപ്പാടായിരിക്കുള്ളൂ. അത് പൊട്ടിത്തെറിച്ച് പുറത്ത് വന്ന വരെ ബഹളമായിരിക്കുള്ളൂ എണ്ണ കിടന്ന്. ഇതിപ്പോൾ ഇത്രയും വെള്ളം വീണില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ മാറ്റി എൻ്റെ ദൈവമേ നല്ലൊരു പണിയാണ് എനിക്ക് കിട്ടിയത്. ഇന്നാണെങ്കിൽ മൊത്തത്തിൽ പണി, അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പണിയും കിട്ടി. അപ്പോൾ അതങ്ങനെ ചെയ്യുന്ന സമയത്തൊന്നും വീഡിയോ ഓൺ ആയിരുന്നില്ല. എന്നുണ്ടെങ്കിൽ സാധാരണ ഇങ്ങനെയുള്ള അപകടം നടക്കുമ്പോൾ വീഡിയോയും കൂടെ ഓണായിരിക്കും. ഞാൻ പഞ്ചസാര ഒരു പ്രാവശ്യം കാരമലൈസ് ചെയ്തപ്പോൾ തെറിച്ചതൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത് ഓഫ് ആയതുകൊണ്ട് കണ്ടില്ല. പിന്നെ അതൊക്കെ മാറ്റി വേറെ എടുത്ത് ആകെ ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു ദിവസം ഇപ്പോൾ. അപ്പോൾ പണിക്കാർ അതിൻ്റെ അകത്തുണ്ട്. റൂബി ഇതാണ് അവസ്ഥ. അത് ഒളിഞ്ഞു നോക്കിയിട്ട് ഇരിക്കണേണ് ആൾ. റൂബിക്ക് അതിനകത്തേക്ക് കയറണം, അവരെന്താ ചെയ്യണമെന്ന് കാണണം. അവരത് അടച്ചു വിട്ടേക്കണേ. അങ്ങനെ അവിടെ തന്നെ നോക്കി കിടക്കണേ റൂബി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പണിക്കാരെല്ലാവരും പോയി. അതിനുശേഷം 5 മണിക്ക് അവർ പണി നിർത്തും. ഒരു 5:30 വീട്ടിൽ നിന്ന് പോകും കേട്ടോ. അവർ കൈയും കാലമൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ പോകും. നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. ഒരാൾ ബസ്സിൽ പോകും, 2-3-4 സ്റ്റോപ്പിനപ്പുറം. പിന്നെ ഒരാൾ സൈക്കിളിനോ വന്നെ കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടേട്ടാ. റിച്ചാർഡ് എത്തിയിട്ടില്ല. അതിന് മുമ്പേ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് കോളൊക്കെ കത്തിച്ച് വെച്ച് അതൊന്ന് സെറ്റാക്കി വെച്ചപ്പോൾ റിച്ചാർഡ് എത്തി. അപ്പോൾ ഇന്ന് ഭയങ്കര മഴയായിരുന്നു. റിച്ചാർഡ് അവിടെ നിന്ന് വരണ സമയത്ത് തന്നെ അവിടെ നിന്നേ വിളിച്ച് മമ്മി അവിടെ മഴയുണ്ടാന്ന് വെച്ചാൽ മമ്മി ഇവിടെ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. അവിടെയൊക്കെ ഭയങ്കര മഴയാണെന്ന് പറയും. അങ്ങനെ ഭയങ്കര മഴയത്താണ് റിച്ചാർഡ് അവിടെ നിന്ന് പോകുന്നത്. നമ്മളുടെ ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറിയ മഴ ഇവിടെ ആയിരുന്നത്. അവരിവിടെ എത്താറായപ്പോൾ ഇവിടെ വലിയ മഴയും.
അങ്ങനെ പണിക്കാർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്തൊക്കെയാണ് ഇവർ നമ്മുടെ ബെഡ്റൂമിൽ ചെയ്തേക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ കട്ടിലും എല്ലാം ഇങ്ങനെ അലമാരിയൊക്കെ നീക്കി പപ്പയും എല്ലാവരും കൂടി നീക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ എടുത്തത് പണിക്കാരായിരുന്നു കേട്ടോ. അവരതെല്ലാം എടുത്ത് താഴെ വെച്ച്, കാരണം ഞാൻ മറന്നു പോയിട്ടുണ്ടാകുന്നത് അത് മാറ്റണമെന്നുള്ള കാര്യം. അവരതെല്ലാം എടുത്ത് താഴെ വെച്ചേക്കണതാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് വേണ്ട സാധനങ്ങൾ എടുത്ത് വേണ്ടാത്തതൊക്കെ കളഞ്ഞിട്ട് ബാക്കി മാത്രമേ കയറ്റുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെ ഇടയിൽ റൂബിയുണ്ട്. റൂബിക്ക് എല്ലാം പുതുമയാണ്, എല്ലാം മണത്ത് നോക്കി നടക്കണേണ് ആൾ. അപ്പോൾ അങ്ങനെ ഇവൾ മണത്തോണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ റിച്ചാർഡ് ഏട്ടൻ വന്നത്. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങൾ നമ്മുടെ പഴയ ഫോണുകൾ, ഈ ഫോണൊക്കെ പപ്പ എവിടെന്നോ വിദേശ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ, കോഡ്ലെസ്. അന്നൊക്കെ നമുക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് കൊണ്ടുവന്നാണ്. അപ്പോൾ അതൊക്കെ എന്തോ മുകളിൽ തന്നെ എടുത്ത് വെച്ചേക്കണേണ് പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ അതൊക്കെ കളയാമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്. സാധാരണ അങ്ങനെ പറയാറില്ല, അങ്ങനെ കളയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട് കളയാനായിട്ട്. അങ്ങനെ ദേ പപ്പ ഇവിടെ ക്ലീനിങ് ആണ് കേട്ടോ. പപ്പ എന്നെ കൊണ്ട് തുടപ്പിക്കൂല കേട്ടോ, ഞാൻ തുടച്ചോളാം. കാരണം പുള്ളിക്കൊരു ഐഡിയ ഉണ്ട്, അതനുസരിച്ചാണ് പുള്ളി തുടക്കണം. എനിക്കാണെങ്കിൽ എനിക്കുണ്ട് ഐഡിയ, സിമ്പിളായിട്ട് ചെയ്യാൻ എനിക്കറിയാം. പക്ഷേ അതാ പപ്പ സമ്മതിക്കുകയില്ല, പപ്പ ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യും. അപ്പോൾ ഈ സ്റ്റെപ്പ് തുടക്കണപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് സ്റ്റെപ്പൊന്നും തുടക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല പൊടിയാണെന്നുകൊണ്ട് തുടച്ച് ആൾ മുകളിൽ ചെന്ന് മുകളിലത്തെ എല്ലാ മുറിയും തുടച്ചിട്ടിട്ടാണ് താഴ്ത്തോട്ട് വന്നത്. അങ്ങനെ കാലത്ത് തുടങ്ങിയ പണി രാത്രിയായിട്ടും തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഏകദേശം ഒരു 6:30 മണി, 6:30 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞ് റിച്ചാർഡ് ആ സമയത്താണ് ദേ വന്നേക്കണത് കേട്ടോ. മൊത്തത്തിൽ നനഞ്ഞാണ് റിച്ചാർഡ് വന്നേക്കണത്. ആ അച്ഛന് മനസ്സിലായില്ലടാ, അച്ഛന് മനസ്സിലായില്ല. അവിടെ നിന്ന് ഇവിടം വരെ മഴയായിരുന്നാ? ഇവിടെ ഇപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത്. അങ്ങോട്ട് ലേറ്റായിപ്പോയല്ലേ. നനഞ്ഞു പോയി. അപ്പം ഇനി അത് ഇടാൻ കൊള്ളൂല കേട്ടോ, സ്മെല്ലായി പോകും, സ്മെല്ല് വരും. അതിനി കഴുകി ഉണക്കണം, എന്നാലേ ഇടമുണ്ടത്. നനഞ്ഞ് ഓക്കെ. സാറ്റർഡേ ബാഗ് മൊത്തം നനഞ്ഞു പോയില്ല. അത് ലീക്ക് ചെയ്തകത്തിട്ട് പോയി, മൊത്തം നനഞ്ഞു പോയി. കൈയോടെ കുളിക്കട്ടെ, ഇനി ഇരിക്കല്ലേ. അപ്പോൾ നനഞ്ഞു വന്നുകൊണ്ട് തന്നെ റിച്ചാർഡ് വേഗം തന്നെ കുളിച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് കുളിക്കണം. അപ്പം കുളി കഴിഞ്ഞ് വന്ന് ഒരു ചായയും ഒരു ആപ്പിളും കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു വട ബാക്കി ഇരുന്ന് വെച്ച് അത് കഴിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് വാങ്ങി. പിന്നെ ആൾ വേഗം തന്നെ മുകളിൽ പോയി കുറച്ച് നേരം പഠിച്ച് 9:30 മണിയായപ്പോൾ താഴെ വന്ന് ഞങ്ങൾ 3 ആളും കൂടി ഡിന്നറൊക്കെ കഴിച്ച് അതിനുശേഷം ഞാൻ പായ വിരിച്ച് ഇവിടെ താഴെ കിടക്കാൻ പോണേണ്. അവർ 2 പേരും മുകളിലേക്ക് പോയി. പപ്പ ഇവിടെ എനിക്ക് കൂട്ട് കിടക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പപ്പനെ ഓടിച്ച് വിട്ടു. കാരണം പപ്പ നടുവൊക്കെ വേദന എടുത്തിരിക്കണേ, ഇവിടെ കിടന്നാൽ ശരിയാവില്ലെന്ന് എനിക്കറിയാം. റൂബിനായിട്ട് മുകളിലേക്ക് പോകാൻ പറ്റില്ല, റൂബിക്ക് അത് പറ്റൂല. അതുകൊണ്ട് ഞാൻ റൂബി ഇവിടെ കിടന്നു. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്